ഇതാണ് എൻട്രൻസ്. വളരെ കുറഞ്ഞ റെന്റ്, ഈ റെന്റിനൊന്നും അങ്ങനെ കിട്ടത്തില്ല. അപ്പൊ ബേസിക്കലി ഇവിടെ 2 ബേസ്മെന്റ് ഉണ്ട്. റൂഫിനും ഹൈറ്റ് കുറവാണ് ഇവിടെ. കാനഡ വരുന്നവർക്ക് വാക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ലത്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ആ ഒരു ജോബിൽ നിന്ന് കൊടുക്കാനുള്ള 15 എന്നുള്ളത് മാറി 20, 22. അപ്പൊ എനിക്ക് അവിടെ നിന്ന് ഇവിടെ വരെ വണ്ടി ഇല്ല സമയത്ത്. അപ്പൊ ഇവിടെ വരെ വരാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ അവിടെ കിടക്കും. അപ്പൊ ഈ ഡ്രൈവിംഗ് കിട്ടിയതിന് ശേഷം കിട്ടിയ ജോബിന് എത്ര ഉണ്ടായിരുന്നു? പൊട്ടി സ്കിൻ. അത് തന്നെയല്ല, ഒരാഴ്ചയിൽ ചിലപ്പോ ഒരു 1500, 1500 ഒക്കെ കിട്ടുമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിക്ക് പോകണം. പക്ഷെ അവൾ ഇവിടെ ഉണ്ട് തന്നെ. അവളെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്താൻ, പ്രത്യേകിച്ച് ഇവിടെ കാനഡയിൽ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് ഇവിടെ അവൾ ഇരിക്കുമെങ്കിൽ പോലും ഇവിടെ ഇരുത്താൻ പാടില്ല. അതിൽ ഒരാൾ ഇവിടെ കാണണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ്. പുതുതായിട്ട് വരുന്നവർക്ക് നിങ്ങൾക്ക് ജോബ് റിലേറ്റഡ് കുറച്ചുള്ള അഡ്വൈസ് ഉണ്ട്. ലൈക്ക് എങ്ങനെ ജോബ് ഇവിടെ വന്നിട്ട് കണ്ടുപിടിക്കാം? എക്സ്പീരിയൻസ്. Happy birthday to you. ഞങ്ങൾ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് രൂപേഷിൻ്റെ വീട്ടിൽ വന്നേക്കുവാണ്. ഇതാണ് ആള് രൂപേഷ്. അപ്പോൾ അവരുടെ വീട് നമുക്കൊന്ന് കാണാം. വാക്കൗട്ട് ബേസ്മെൻ്റ് ആണ്. ഇപ്പം ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത് ബേസ്മെൻ്റ് ആണ്, ജസ്റ്റ് വാക്കൗട്ട് അല്ല. അപ്പോൾ വാക്കൗട്ട് ബേസ്മെൻറ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് വീട്. അതിൻ്റെ വാക്കൗട്ട് ബേസ്മെൻ്റ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതേ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നല്ല കാലാവസ്ഥയാണ്. ഇതാണ് ഫുൾ വീട്. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ഫുൾ വീട്. നമുക്കപ്പോൾ വാക്കൗട്ട് ബേസ്മെൻറ്റിലേക്ക് ഒന്ന് പോകാം. സോ ഇതാണ് വീട്. ഇത് അവരുടെ വാക്കൗട്ട് ബേസ്മെൻറ്റിൻ്റെ വിൻഡോ ആണ്. സാധാരണ ബേസ്മെൻറ്റിന് ഇങ്ങനെ പുറത്തേക്ക് വിൻഡോ കാണത്തില്ല. ഇതിൻ്റെ പ്രത്യേകത കണ്ടില്ലേ? ഇതിന് പുള്ളിക്കാരൻ മോളാണ് ഇഹ. അപ്പോൾ ഇത്രയും വിൻഡോ, നല്ല രീതിയിലുള്ള വ്യൂ പുറത്തേക്ക് കിട്ടും. ബേസ്മെന്റ് ആണത്, വാക്കൗട്ട് ബേസ്മെന്റ്. അതിന് നല്ല രീതിയിലുള്ള വ്യൂ പുറത്തേക്ക്. ഇപ്പം മഞ്ഞ് വീഴിഞ്ഞൊക്കെ അവിടെ നിന്ന് കാണാം. സാധാരണ ബേസ്മെന്റ് ഇപ്പം ഞങ്ങളുടെയൊക്കെ ബേസ്മെന്റിൽ ഞങ്ങൾ ഏണി കയറി മേളിൽ നിൽക്കണം ഈ വിൻഡോ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ. ഈ വാക്കൗട്ട് ബേസ്മെന്റ് പ്രത്യേകത ഇതുപോലെ നല്ല രീതിയിലുള്ള ഓപ്പൺ വിൻഡോ ആണ്. അപ്പം നമുക്കിനി വീടൊന്ന് കാണാം. സോ ഇതാണ് എൻട്രൻസ്. അപ്പം നമ്മൾ ബേസ്മെന്റിലേക്ക് പോവാണ്. ഇതാണ് എൻട്രൻസ്. ഇത് ആക്ച്വലി ഈ ബേസ്മെന്റ് 2 എൻട്രൻസ് ഉണ്ട്. ഒന്ന് ഈ വീടിന്റെ പുറകിൽ അവിടെ വേറെ എൻട്രൻസ് ഉണ്ട്. അതായത് ഈ ബേസ്മെന്റ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഭാഗം എവർക്കും ഒരു ഭാഗം വേറൊരു ഫാമിലിക്കാണ് കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ എവരുടെ വീടാണ് നമ്മൾ കാണാൻ പോകുന്നത്. രൂപേഷത്തുള്ള. സോ കയറി വരുന്നിടത്ത് തന്നെയാണ് ലോണ്ടറി ഉള്ളത്. ഇത് വാഷിംഗ് ആണ്. മുകളിലിരിക്കുന്ന ഡ്രയർ. സോ ഇവിടെ തന്നെയാണ്, ഇവിടെ കയറി വരുന്നിടത്താണ് ഇത് വെച്ചേക്കുന്നത്. ഇവിടെ തന്നെ എൻ്റെ സെറ്റിങ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് എൻട്രൻസ്. കയറി വരുമ്പോൾ ഇത് ബാത്റൂമാണ്. നെക്സ്റ്റ് വന്നിട്ട് ഇത് വാഷ്റൂമാണ്. വാഷ്റൂം ജസ്റ്റ് ചെറിയൊരു വാഷ്റൂമാണ്. ഓക്കെ. പിന്നെ ഇതെന്താണ്? ഓക്കെ. ഇത് അവരുടെ ഈ വീടിന്റെ ഗ്യാരേജിലേക്ക് പോകുന്ന ഡോറാണിത്. ഓക്കെ. ഇവിടെ വന്നിട്ട് ആ കാണുന്നത് ബേസ്മെന്റ് ആണ്, അതായത് ഒറിജിനൽ ബേസ്മെന്റ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ലെവല് വാക്കൗട്ട് ബേസ്മെന്റ്, അത് വേറെ ബേസ്മെന്റ്. ഇത് രൂപേഷിന്റെ വൈഫാണ് ശ്വേത, മോള് ഇഹ. സോ നമ്മൾ കയറി വന്നിട്ട് ആദ്യമേ ഹോള്, അതിനുശേഷം ബെഡ്റൂമാണ്. അതാ ഇതാണ് ബെഡ്റൂം. ബെഡ്റൂമിലെ വിൻഡോ ആണ്. ഇവിടെ ഇരുന്ന് കണ്ട ആ മഞ്ഞ് വീഴുന്നൊക്കെ കാണുന്നത്. നമ്മളിപ്പോ വെളിയിൽ നിന്ന് കണ്ട അതേ വിൻഡോ ആണ് ഈ കാണുന്നത്. സോ ഇതാണ് വാക്കൗട്ട് ബേസ്മെന്റിന്റെ പ്രത്യേകത. നമുക്ക് വിൻഡോ ഫുൾ വ്യൂ കിട്ടും. അല്ലാത്ത ബേസ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ മുകളിലെങ്ങാണ്ട് ഒരു ചെറിയ വിൻഡോ ആയിരിക്കും. നമ്മളുള്ള ടേബിളിനെ മണ്ടൊക്കെ കയറി നോക്കണം എന്താ പുറത്ത് നടക്കുന്നതെന്നുള്ള. നമ്മളിപ്പം ബെഡ്റൂം ഇത് കണ്ടു. അപ്പൊ ഇതാണ് വാക്കൗട്ട് ബേസ്മെന്റ്. ഇനി അവിടെ വേറൊരു ഡോറുണ്ട്. ആ ഡോർ തുറന്നു കഴിഞ്ഞാൽ അവിടെ വേറൊരു ഫാമിലിയാണ്. ഞാനിപ്പോൾ പുറത്ത് വേറൊരു എക്സ്റ്റീരിയർ ഡോറിന്റെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ ആ ഡോർ വഴി കയറി വരുന്നത് ആ റൂം, അതിന്റെ പുറത്തെ റൂമിലേക്കാണ്. അവിടെ വേറൊരു ഫാമിലിയാണ്. സോ ഈ വാക്കൗട്ട് ബേസ്മെന്റ് 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു പാർട്ട് ഇവരും താമസിക്കുന്നു, വേറൊരു പാർട്ട് അവരും താമസിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ എത്ര റെന്റ് ഇപ്പോൾ? ഓക്കെ. ഇവിടെ ഇപ്പോൾ 1000 ആണ്. നല്ല റെന്റാണ്. ഐ മീൻ വളരെ കുറഞ്ഞ റെന്റ്. ഈ റെന്റിനൊന്നും അങ്ങനെ കിട്ടത്തില്ല. അതൊക്കെ ലക്കാണ്. നല്ലൊരു ബിൽഡിങ്ങാണിത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ അറിയില്ല, ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടൊരു ബിൽഡിംഗ് ആണ്. മൊത്തത്തിൽ ഫ്ലോർ ആയാലും എല്ലാം നല്ല സൂപ്പർ ഇതാണ്. പിന്നെ അപ്പുറത്തും ഏകദേശം ഇതേപോലെ തന്നെ റെന്റാണ് മൊത്തത്തിൽ. ഓക്കെ. ഇതിനകത്ത് വേറൊരു പ്രത്യേകത പറയാനുള്ളത്, ഈ ബിൽഡിങ് സാധാരണ നമ്മളൊരു ബിൽഡിംഗ് പോകുമ്പോൾ ഒരു ബേസ്മെന്റ്, പിന്നെ ഒരു ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, അങ്ങനല്ലേ? ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ ബേസ്മെന്റ്, അതിനു മേളിൽ പിന്നെ വാക്കൗട്ട് ബേസ്മെന്റ്, അതിനു മേളിൽ പിന്നെ ഫസ്റ്റ് ഫ്ലോർ, അതിനു മേളിൽ പിന്നെ സെക്കൻഡ് ഫ്ലോർ, അങ്ങനെ വരാം. അപ്പോൾ ബേസിക്കലി ഇവിടെ 2 ബേസ്മെന്റ് ഉണ്ട്.
അപ്പൊ ഇതിന് താഴെ ഒരു ബേസ്മെന്റ് കൂടെ ഉണ്ട്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പൊ നമ്മള് താഴത്തെ ബേസ്മെന്റ് കൂടെ ഒന്ന് കാണാം. സോ ഇതാണ് റിയൽ ബേസ്മെന്റ്. ഇതാണ് സ്റ്റെപ്സ്. ഇതാണ് ബേസ്മെന്റ്. ഇത് ഇവിടെ താമസിക്കുന്നവരാണ്. ഇത് ആൽവിന്, ഇത് ലിഡിയ, അവരിവിടെയാണ് താമസിക്കുന്നത്. സോ ഇവിടെ താഴത്തെ ഫാമിലിയാണ്. സോ ഇവിടെ ഈ കിച്ചൺ ഷെയറിംഗ് ആണ്. ഈ കിച്ചൺ മേളത്തെ വാക്കൗട്ട് ബേസ്മെന്റ് ഉള്ള, അതായത് രൂപേഷിന്റെ ഫാമിലിയും ഇവരുമായിട്ട് ഷെയറിംഗ് ആണ്. ഈ ബേസ്മെന്റിനും ജനൽ വിൻഡോ താഴെയാണ്. ഇവിടുത്തെ വിൻഡോയും നമ്മുടെ ആ ഒരു ലെവലാണ്. നമുക്ക് നിന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ആ ഒരു ഇത് മാറ്റി കഴിഞ്ഞാൽ അവിടെ, പക്ഷെ അത് കുഴിച്ചേക്കുവാണ് തോന്നുന്നില്ലേ? അത് മണ്ണ് കുഴിച്ച് അവിടെ ഒരു ഇത് ഇട്ടേക്കുവാണ്. ഓക്കെ. അപ്പൊ മണ്ണിന്റെ ലെവലിൽ താഴെ എന്തായാലും. ഓക്കെ. സോ അത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിന് താഴെ തന്നെയാണ്. അത് പുറത്തുനിന്ന് എന്തോ കുഴിച്ച് അവിടെ പുറത്തൊരു എന്തോ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കാണാൻ പറ്റുക. അതേപോലെ റൂഫിനും ഹൈറ്റ് കുറവാണ് ഇവിടെ. സാധാ ബേസ്മെന്റ് കുറച്ചുകൂടെ ഹൈറ്റ് കാണും. അപ്പൊ ഇതാണ് വാക്കൗട്ട് ബേസ്മെന്റ്. കാനഡ വരുന്നവർക്ക് വാക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ലത്. കാരണം പകൽ വെളിച്ചം കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടും. അല്ലാതെ പക്ക ബേസ്മെന്റിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലുള്ള വിൻഡോ കിട്ടുമോ എന്നുള്ളത് ഭാഗ്യമാണ്, നമ്മുടെ ലക്ക് അനുസരിച്ചിരിക്കും. സോ അതാണ് ഇവിടുത്തെ ബേസ്മെന്റ് കാഴ്ചകൾ. രൂപേഷും ഫാമിലിയും ആക്ച്വലി ഫാമിലിയായിട്ട് വന്നതാണ്. രൂപേഷ്, വൈഫ്, കുട്ടി. അപ്പോൾ ഫാമിലി ആയിട്ട് വരുന്ന ടൈമിൽ ഇവിടെ കാനഡയിൽ വന്നിട്ട് നിങ്ങൾ വന്നിട്ട് ഇപ്പൊ എത്ര ആളെ? 8 months. ഇപ്പം 8 മാസത്തോളമായി. സോ അവർ ഇത്രയും നാള് ഇപ്പൊ കാനഡ വരുന്നവർക്ക് എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ സർവൈവ് ചെയ്യുമോ, അതിനുള്ള ക്യാഷ് കിട്ടുമോ, നാട്ടിൽ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. സോ ഇപ്പൊ എന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വന്നിട്ട് എന്തോ ദൈവഭാഗ്യം കൊണ്ട് എന്റെ ഫീൽഡിൽ തന്നെ ജോബ് കിട്ടി. അത് കാരണം വലിയ രീതിയിലുള്ള സ്ട്രഗ്ലിങ് വന്നിട്ടില്ല. ബട്ട് ഇപ്പോൾ മോസ്റ്റ്ലി അങ്ങനല്ല. ഇവിടെ വന്നിട്ട് കുറേ ജോലികൾ മാറി മാറി ചെയ്തിട്ടാണ് പിന്നീട്, പ്രത്യേകിച്ച് ഇപ്പം വൈഫ് പഠിക്കുകയാണ് രൂപേഷിന്റെ. സോ അങ്ങനെയുള്ള കേസിൽ കുറേ സ്ട്രഗ്ലിംഗ് ഉണ്ട്. ഇപ്പോൾ ഇവരുടെ ഫാമിലിയുടെ ഇവർ കടന്നുപോയ കാര്യങ്ങൾ ഒക്കെ നമുക്കൊന്ന് ചോദിക്കാം. അപ്പോ രൂപേഷേ, ഓക്കെ, ഒന്ന് പറഞ്ഞോ, എന്താണ് ഇവിടെ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇപ്പം ഇപ്പൊ എത്ര 8 മാസമായി എന്തൊക്കെ ജോലി ചെയ്ത് എങ്ങനെയൊക്കെയാണ് ഇവിടെ വന്ന്? സത്യം പറഞ്ഞ ഇപ്പൊ ഏകദേശം ഒരു 4-5 ജോലിക്ക് മാറി മാറി കയറി 8 മാസമായിട്ട്. രൂപേഷ് ഇവിടെ വന്ന ടൈമിൽ രൂപേഷിന്റെ ഒരു പ്രൊഫഷനിൽ ജോബ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു വന്നത്? അങ്ങനെ വന്നത്, കിട്ടുമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് ഇവിടെ. എന്റെ പ്രൊഫഷൻ എന്തായാലും എന്റെ ഓട്ടോക്കാരാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? ആദ്യത്തെ പ്രാവശ്യം ഇപ്പൊ ഇവിടെ ഉൾപ്പെടെ പറഞ്ഞു പിന്നെ റെസ്യൂം റെഡിയാക്കിയിട്ട് കുറെ കമ്പനികളിലോട്ട് സെൻഡ് ചെയ്തു. പക്ഷെ അത് കിട്ടുമെന്നുള്ള ഒരു കണക്കൂട്ടൽ ആദ്യം നിന്നു. പക്ഷെ ഞാൻ വന്നിട്ട് ഒരു 10 ആഴ്ച ആയപ്പോ തന്നെ ഒരു ജനറൽ ജോബിൽ കയറി. ഇവിടെ അടുത്തൊരു കോസ്മെറ്റിക് ലാബോറട്ടറി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. നിങ്ങൾ ഇവിടെ വന്നിട്ട് ജോബ് അന്വേഷിച്ചത് എങ്ങനെ കിട്ടിയത്? ജോബ് അന്വേഷിച്ചെന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പൊ ആ പുള്ളിക്കാരി പറഞ്ഞത് ഇവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവരെ ഒരു ഏജൻസിയുടെ നമ്പർ തന്നു. ഇവിടെ ഏജൻസികൾ വഴിയാണല്ലോ കൂടുതലും ജോബ് ഇങ്ങനെ ജനറൽ ജോബ് കിട്ടുന്നത്. അപ്പൊ ആ ഏജൻസിയുടെ നമ്പർ തന്നു. അങ്ങനെ ഞാൻ അവരെ വിളിച്ചപ്പോ അവര് പറഞ്ഞു ഇതുപോലെ റെസ്യൂം അയക്കാൻ പറഞ്ഞു. റെസ്യൂം വെച്ചിട്ട് അവരെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ എല്ലാത്തിനും ഉണ്ടല്ലോ ഇവിടെ. ഇത് വേറെ വലിയ പ്രത്യേക കാര്യമൊന്നുമില്ല. ഒരു പാക്കിങ് അതുപോലെയൊക്കെയുള്ള സീലിംഗ് മറ്റു കാര്യങ്ങൾ അതൊക്കെയാണ് സംഭവം. അപ്പൊ അങ്ങനെ ഇന്റർവ്യൂ പോയി. അവര് തന്നെ കുറെ ഇതെടുത്തിട്ട് പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചത്. അതൊക്കെ സിമ്പിൾ, അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല. അങ്ങനെ പോയി ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അവര് അടുത്ത ദിവസം മുതൽ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 2 മാസത്തോളം. നിങ്ങൾ വന്ന ടൈമില് ഈ വീടല്ലായിരുന്നല്ലോ? അവിടെ റെന്റ് നല്ല റെന്റ് ആയിരുന്നു. എല്ലാം കൂടെ ഒരു 1600 ഒരു മാസം വരുന്നത്. അത് നമ്മൾ ഇവിടെ വന്നല്ലോ ഉള്ളു. പ്രത്യേകിച്ച് നമ്മൾ 3 പേരൂടെ ആയതുകൊണ്ട് ഇതേ കിട്ടത്തുള്ളായിരുന്നു. അല്ലാതെ ചെറിയ റൂം നിങ്ങൾക്ക് ആ ഒരു ജോബിന് അതൊക്കെ കൊടുക്കാനുള്ള ഒരിക്കലും ഇല്ല. അതിന് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ വേറെ ഒന്നിനും കിട്ടത്തില്ല. ഇപ്പം ഫീസ് അടയ്ക്കുന്ന കാര്യത്തിൽ ഫ്യൂച്ചറിൽ അത് ഭയങ്കര ഒരു ആശ്രയമാണ് ആ സമയത്ത്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ പോകുന്നത്. പിന്നെ അത് കൂടാതെ ലൈസൻസ് എല്ലാവരും പറയുന്നുണ്ട് വരുമ്പോഴേ അത് ലൈസൻസ് എടുക്കുന്ന അതുകൊണ്ട് ഞാൻ എനിക്ക് ഒരു 1.5 മാസമായപ്പോൾ തന്നെ ലൈസൻസ് എടുക്കണം. ഞാൻ ഈ കോസ്മെറ്റിക്ക എന്ന് പറയുന്ന കമ്പനി പോയെന്ന് പറഞ്ഞില്ലേ ജോബ്, അവിടെ നിന്നുകൊണ്ട് തന്നെ ആ കിട്ടുന്ന വരുമാനം വെച്ച് അത്യാവശ്യം അത് വെച്ചിട്ട് ലൈസൻസ് ഫസ്റ്റ് ചാൻസ് തന്നെ ജി എടുത്തു. ഓക്കെ, അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. ഇവിടെ വരുന്നവർക്ക് പലരും അത് നാട്ടിലെ ഡ്രൈവിംഗ് എക്സ്ട്രാക്ട് കൊടുത്തിട്ട് ജി എടുത്തു. ജി പെട്ടെന്ന് തന്നെ കിട്ടി. അതൊരു വലിയ കാര്യം. അത് വലിയൊരു കാര്യം. പക്ഷെ ജി എടുത്തു കഴിഞ്ഞപ്പോ എല്ലാരും പറയുന്നുണ്ട് ജി എടുക്കുവാണെങ്കിൽ ജോബ്
സാധ്യതയുണ്ട്. സംഭവം ശരി തന്നെയായിരുന്നു. ഈ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി വേറെ ജോബ് വന്നു. ഈ 15 എന്നുള്ളത് മാറി 20, 22 UPS എന്നൊക്കെ പറയുന്ന സംഭവം അതിലൊക്കെ കിട്ടി. പക്ഷെ അന്നേരം എനിക്ക് പറ്റത്തില്ല, പോകാൻ പറ്റാത്ത അതാണ് ഇവിടുത്തെ ഈ കുട്ടിയെ. അപ്പൊ നിങ്ങൾ ആദ്യത്തെ 2 മാസമൊക്കെ എങ്ങനെ കുട്ടിയെ മാനേജ് ചെയ്ത്? ഇവിടെ പോയില്ല, ജോലി ഓൺലൈൻ ആയിരുന്നു. അതെ, അത് വേറൊരു ഗുണം കൂടെ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് ഓൺലൈൻ ആയതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ എനിക്ക് ജോലിയിൽ പോകാൻ പറ്റാതെ. ഓൺലൈൻ ആയതുകൊണ്ട് ഇവിടെ വീട്ടിലിരിക്കുക, ക്ലാസ് ഓൺലൈനിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞപ്പുറത്തോ എന്തെങ്കിലും ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് കൊടുത്തിട്ട് അപ്പുറത്ത് ഞാൻ ആ സമയത്ത് ജോലിക്ക് പോകും. ആദ്യത്തെ ഒരു ഫസ്റ്റ് സെമസ്റ്റർ ഫുൾ ഓൺലൈൻ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് ജോലിക്ക് പോകാൻ പറ്റി, അല്ലെങ്കിൽ എനിക്ക് അവിടെയും പ്രശ്നമായിരുന്നു. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. എന്തായാലും അത് ഭാഗ്യം അല്ലേ, അങ്ങനെ ആ ഒരു രീതിയിലുണ്ട്. പക്ഷെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഏതൊരു സാഹചര്യമാണെങ്കിലും എന്തെങ്കിലും ഒരു മാർഗ്ഗം തെളിഞ്ഞ് ഉറപ്പായിട്ട് ഇവിടെ വരും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ച കാര്യമാണ്, സത്യമായിട്ട് റിയലായിട്ട് ചിന്തിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് 100% ഇവിടുത്തെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോകാനുള്ളൊരു എത്ര ഇത് വന്നാലും. കാരണം ഇപ്പൊ ഞാൻ വേറൊരു ട്രക്കിന്റെ ലൈസൻസ് പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാൻ മുന്നോട്ട്. അപ്പൊ അതിനെടുക്കുമ്പോ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരും. അപ്പോഴും ഇവള് നോക്കേണ്ടി വരും കുഞ്ഞിന്. പക്ഷെ അത് എനിക്ക് ഉറപ്പുണ്ട്, എങ്ങനെയാലും ഇവിടെ കാനഡ എന്ന് പറയുമ്പോ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഭയങ്കര ഇതാണ് സംഭവം. അപ്പൊ നിങ്ങൾ രൂപേഷ് ആദ്യം ആ ഒരു ജനറൽ ജോബിന് പോയി, പിന്നെ ലൈസൻസ് കിട്ടിയതിനു ശേഷം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഇവിടെ ടൊറന്റോയിൽ തന്നെ ഒണ്ടാരിയോ പ്ലേസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഒണ്ടാരിയോ പ്ലേസ് എല്ലാവർക്കും അറിയാം. ഒണ്ടാരിയോ പ്ലേസ് അവിടെ ഒരു പിന്നെ ക്ലീനിങ്ങിന്റെ ഒരു കമ്പനി ഉണ്ട്. അവിടെ സത്യം പറഞ്ഞാൽ ഫുള്ള് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു ഇലക്ട്രിക് വണ്ടി തരുമായിരുന്നു. ലൈസൻസ് ഉള്ളതുകൊണ്ട് അവരൊരു ഇലക്ട്രിക്കലിന്റെ ഒരു വണ്ടിയുണ്ട്. അതില്ലേലും അവിടെ ഓടിക്കാം നമുക്ക്. എങ്കിലും അവർ ചോദിച്ചു ആദ്യം ലൈസൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് പോയിട്ട് അവിടെ ഫുള്ള് സ്റ്റോറിലോട്ടുള്ള സാധനങ്ങൾ കൊടുക്കുകയും പിന്നെ ക്ലീനിങ്ങിൽ ആളില്ലെങ്കിൽ നമ്മൾ ക്ലീനിങ് ചെയ്യണമായിരുന്നു. അങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ അതായത് രാവിലെ പോയിട്ട് എനിക്ക് തോന്നുന്നു രാവിലെ ഞാൻ ഒരു 7 മണിയാകുമ്പോൾ അവിടെ പോകും. പോയിട്ട് സത്യം പറഞ്ഞാൽ 7 മണി മുതൽ ഒരു പിന്നെ ഉച്ച 2 മണി വരെ ജോലി കണ്ടിന്യൂ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ്. അപ്പൊ എനിക്ക് അവിടുന്ന് ഇവിടെ വരെ വണ്ടിയില്ല ആ സമയത്ത്. അപ്പൊ ഇവിടെ വരെ വരാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ അവിടെ കിടക്കും. അവിടെ ഒരു റൂമുണ്ട്. അവിടെ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഞാൻ 5 മണിക്ക് ജോലിക്ക് കയറിയിട്ട് 10 മണി 9 മണി വരെ ജോലി ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഫുള്ള് ഇവക്കൂടെ ജോലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് 2 പേരുടെ ജോലി അന്നേരം ചെയ്യുമായിരുന്നു. അപ്പം ആ ടൈമിൽ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. കുട്ടിയെ സപ്പോർട്ട് ചെയ്യേണ്ട കാരണം കുട്ടിയെ സ്കൂളിൽ അയക്കുന്നില്ലായിരുന്നു. സ്കൂളിലില്ല, ഇവിടെ തന്നെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞ് ലാസ്റ്റ് സെപ്റ്റംബറിലാണ് ഞാൻ വർക്കിൽ പോയി തുടങ്ങി. സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു സമയം നമുക്ക് കിട്ടും. അപ്പൊ ഈ ഡ്രൈവിംഗ് കിട്ടിയതിന് ശേഷം കിട്ടിയ ജോബിന് എത്ര ഉണ്ടായിരുന്നു? 18. പിന്നെ അത് കൂടാതെ നമ്മൾ പിടിച്ചിരിക്കുന്നത് പറഞ്ഞാൽ യൂബറൊക്കെ ചെയ്യും. ഇപ്പം ഡ്രൈവിംഗിന്റെ ഇത് ഇപ്പൊ ആക്ച്വലി ഓക്കെ. അതിനുശേഷം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പോയെന്ന് പറഞ്ഞാൽ എവിടെയായിരുന്നു? പിന്നെ വേറൊരു ഇവിടെ പോയി ഒരു ക്ലീനിങ്ങിന്റെ കമ്പനി പോയിരുന്നു. അതും ഈ ജോബ് വിടാൻ കാര്യം നമുക്കൊരു നമ്മുടെ ഹെൽത്തോടെ നോക്കണ്ടേ. ഹെൽത്ത് ഇല്ലാതെ ഇവിടെ എന്ത് പരിപാടി എന്താന്ന് പറഞ്ഞാൽ രാവിലെ പോയി എനിക്ക് കൈക്ക് ചെറിയ പ്രശ്നം. ഗ്ലൗസ് ഇട്ടിട്ട് എപ്പോഴും അവിടെ ഈ ക്ലീനിങ് കമ്പനി ഒക്കെ ആകുമ്പോൾ ഗ്ലൗസ് ഫുൾ ഉപയോഗിക്കണമല്ലോ. ഈ ഗ്ലൗസ് ഇട്ടിട്ട് അലർജി വന്ന് കൈയൊക്കെ പൊട്ടി സ്കിൻ. അപ്പൊ അത് തന്നെയല്ല ഉറക്കമില്ലാതായി. രാവിലെ ഇവിടുന്ന് നമ്മുടെ ഒണ്ടാരിയോ പ്ലേസ് വരെ പോകണമെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരു 4 മണിക്ക് എണീക്കണം. ബസ്സിനാ പോകുന്നത്. 4 മണിക്ക് എണീച്ചെല്ലാം റെഡിയായി 5 മണിക്ക് ഇവിടുന്ന് ബസ്സുണ്ട് നമ്മുടെ സ്റ്റോപ്പിൽ തന്നെ. അവിടെ 100 മീറ്റർ കടന്നാൽ ആ ബസ്സിൽ കയറിയിട്ട് നമ്മുടെ കെന്നഡി ഇവിടെ അടുത്ത് തന്നെയാണ് കെന്നഡി. അവിടെ പോകും. അവിടുന്ന് ട്രെയിൻ കയറി പോകണം. സബ്വേ പിടിച്ചിട്ട് വേണം അവിടെ പോകാൻ. അവിടെ വരെ പോകാൻ ഒരു 1 മണിക്കൂറോളം ഉണ്ട്. അപ്പൊ എന്നിട്ട് പിന്നെ അവിടുന്ന് ഞാൻ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ നടക്കണം. അപ്പൊ എങ്ങനെയായാലും ഒരു 4 മണിക്ക് എണീക്കും. വൈകിട്ട് വരുമ്പോ ഏകദേശം ഒരു 11-12 മണിയാവും. അപ്പം എനിക്ക് ഉറങ്ങാൻ സമയം കിട്ടത്തില്ല. ഒരു 3 മണിക്കൂർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറൊരു പിസയുടെ ഒരു വണ്ടിയുടെ ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് ഇറങ്ങി കയറുന്നതിനനുസരിച്ച് മറ്റേ ഹവർലി പേക്ക് എന്തെങ്കിലും ഇൻക്രീസ് ഉണ്ടോ? അതോ സെയിം ഏകദേശം ആദ്യമൊക്കെ ചെയ്തതെല്ലാം 15 തന്നെയായിരുന്നു. പക്ഷെ ഇവര് മണിക്കൂർ കൂട്ടി തരുമായിരുന്നു. ചിലപ്പോൾ 10 മണിക്കൂർ ചിലപ്പോൾ 2-3 മണിക്കൂർ അഡീഷണൽ ഇട്ട് നമ്മളിങ്ങനെ പോകുന്നതുകൊണ്ട് ഫുൾ ടൈം നിൽക്കുന്നുണ്ട്. രാവിലെ 7 മണിക്ക് കയറിയിട്ട് വൈകിട്ട് 11 മണിക്ക് നിൽക്കലായിരുന്നു. അപ്പൊ അവര് ചിലപ്പോൾ 10 മണിക്കൂറാണെങ്കിൽ 12-13 മണിക്കൂറൊക്കെ ഇട്ട് തരും. അപ്പൊ ഒരാഴ്ചയിൽ ചിലപ്പോൾ ഒരു 1500-1600 ഒക്കെ കിട്ടുമായിരുന്നു.
അപ്പൊ നമുക്കതൊരു വലിയ ആശ്വാസം. അപ്പൊ രണ്ടുപേരുടെ കൂടെ പണിയെടുക്കുന്ന ആ ഒരു രീതിയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം കയറിയത് പമ്പിൻ കാർട്ട് എന്ന് പറഞ്ഞ കമ്പനി. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയോണ്ടാണ് ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത് ഭയങ്കര ഗുണമാണ്. ഞാൻ പറഞ്ഞില്ല ഇപ്പോഴായാലും 22, 23 ഒക്കെ കിട്ടിയാൽ CPS-ലൊക്കെ ഒത്തിരി വിളിച്ച ഇന്റർവ്യൂ ഞാൻ ചെല്ലാഞ്ഞിട്ട് അവര് 3 പ്രാവശ്യം വിളിച്ചെന്നെ. പക്ഷെ അന്നേരം ഈ ടൈമിങ് കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് നിങ്ങളപ്പോ ആദ്യമേ എന്തായിരുന്നു കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ വന്ന ടൈമിൽ ക്ലോസ് ആയിരുന്നു. സെപ്റ്റംബറിലാണ് തുറക്കുന്നത്. അപ്പൊ സെപ്റ്റംബറിൽ ഇത് ഓപ്പൺ ചെയ്തതിനു ശേഷം ശ്വേതയും പോയി തുടങ്ങി. ശ്വേതയ്ക്ക് എങ്ങനെയുണ്ട് ജോബ്? അടുത്ത് തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ടൈം ടേബിൾ ഇപ്പൊ എങ്ങനെ? രാവിലെ പോകുന്നേരം ശ്വേത കൊണ്ടുവിടുവോ? ടൈം കൊടുത്തില്ല. 9 to 5 മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ വിളിക്കാൻ പോകാനോ കൊണ്ടുവരാനോ എന്തെങ്കിലും വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ മാത്രമേ ടൈമിംഗ് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അവർ കുറവായിട്ടായിരിക്കും വരുന്നത്. 40 hours എനിക്കിപ്പോ ചെയ്യാം, പക്ഷെ 40 hours എനിക്ക് പറ്റത്തില്ല. ഇപ്പൊ ചില സമയത്ത് ഇവർക്ക് ക്ലാസ് ഇല്ല, വെക്കേഷൻ, ചില PA ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് സ്കൂളിൽ. അപ്പൊ ആ PA ഡേ എന്ന് പറയുമ്പോൾ അവർക്ക് ഫുൾ ലീവാ. എന്താ വെച്ചാൽ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പോകുന്ന ദിവസം. അപ്പൊ അത് ചിലപ്പോ നമുക്കിവിടെ ജോലി കാണും. അപ്പൊ എനിക്ക് പോകാൻ പറ്റും. ഞാൻ ചിലപ്പോൾ ആ ദിവസം ലീവ് എടുക്കും. അങ്ങനെ ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ക്രിസ്മസ് ആയത് ഇവർക്ക് 3 ആഴ്ച ലീവ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിക്ക് പോകണം. പക്ഷെ അവൾ ഇവിടെ ഉണ്ട് തന്നെ. അവളെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്താൻ മതി. പ്രത്യേകിച്ച് ഇവിടെ കാനഡയിൽ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് ഇവിടെ അവൾ ഇരിക്കുമെങ്കിൽ പോലും എടുത്താൻ പാടില്ല. അതിൽ ഒരാൾ ഇവിടെ കാണണം. അപ്പൊ അതുകൊണ്ട് ചേട്ടനാണ് പോകുന്ന സമയത്ത് വണ്ടിയില് ബാക്കില് ചലിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ 8 മണിക്കൂർ ഡ്യൂട്ടി ഉള്ളപ്പോ ഇവിടെ 2-3 ആഴ്ചയോളം ഞാൻ 8 മണിക്കൂർ ചെയ്യുമ്പോ കാറിൽ എന്നിട്ട് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേനും പെട്ടെന്ന് കൊണ്ടുവിടെ വിടും. അപ്പൊ ഒരു രാവിലെ അങ്ങ് പോകും. അപ്പൊ ഒരു 12 മണിക്കൊക്കെ ആയിരിക്കും ചേട്ടൻ ഡ്യൂട്ടി തുടങ്ങണം. അപ്പൊ ആ ഒരു 5-6 മണിക്കൂറെങ്കിലും മിനിമം കൂടെ അവിടെ ഇരിക്കണം. അത് ഇപ്പൊ കഴിഞ്ഞ ഉടനെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞ ഉടനെ കൊണ്ട് കുഞ്ഞിനെ ഇവിടെ വിടും. അങ്ങനെ ചില സമയത്ത് 1 മണിക്കൂറൊക്കെ അഡ്ജസ്റ്റ് ആയിട്ടൊക്കെ ഇരുത്തിയിട്ടുണ്ട്. കാരണം താഴെ അവള് ഉണ്ടെങ്കിൽ അവര് അവിടെ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവരോട് പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ട് 1 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ഞാൻ വരുമെങ്കിൽ അങ്ങനെ ഏൽപ്പിച്ചിട്ട് പോകും. കാരണം ചില ഇപ്പൊ വിന്റർ ഒക്കെ ആകുമ്പോ കുഞ്ഞിനാണെങ്കിലും പുറത്ത് അങ്ങനെ പനിയും ജാക്കറ്റും എല്ലാം കൂടി ഇട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം കൂടി ഇട്ട് പുറത്തോട്ട്. അപ്പൊ അവള് തന്നെ പറയും, ഓ ഞാൻ വരുന്നില്ല, ഞാൻ വിട്ടുന്നോളാം. കണ്ടിന്യൂസ് ആയപ്പോഴേ അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി വരും. ഇതിനിടയ്ക്ക് രൂപേഷിന് പ്രൊഫഷണൽ ജോബും കിട്ടി അല്ലെ? പക്ഷെ അത് ടൈമിംഗ് കാരണം പോകാൻ പറ്റില്ല. കുട്ടിയൊക്കെ ഉണ്ടായ കാരണം ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ തന്നെ സമയം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു ഡ്രൈവിംഗ് ഇവിടെ ഇങ്ങനെ ഒരു കമ്പനി ആയതുകൊണ്ട്, ഡെലിവറി ആയതുകൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തെങ്കിലും നമ്മൾ ഒന്നില് സ്കൂളിൽ ഇതുണ്ട്, നമ്മുടെ ആഫ്റ്റർ സ്കൂൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് സ്കൂളിൽ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് രാവിലെ ഒരു 7 മണിയാകുമ്പോ കുഞ്ഞിനെ അവിടെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് 8:15 ഇവർക്ക് ക്ലാസ് തുടങ്ങും. 8:30 ക്ലാസ് തുടങ്ങുമ്പോൾ അവർ തന്നെ ഡയറക്റ്റ് ആ സ്കൂളിൽ തന്നെയാണ് സംഭവം. അപ്പൊ ക്ലാസ്സിലേക്ക് വിടും. അപ്പൊ 8:00 തുടങ്ങിയ ക്ലാസ് ഒരു 3:15 വരെ ഉണ്ട്. അപ്പൊ 3:15 കഴിയുമ്പം അവര് നേരെ അവര് കൊണ്ടുപോകും. കൊണ്ടുപോയിട്ട് ഒരു 6 മണി അല്ലെ 7 മണി വരെ അവർ നോക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു മന്ത്ലി $40 ചെറിയ പൈസയുള്ളൂ. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്കൂളില്ലാത്തപ്പോ അതില്ല. അല്ലാതെ നമ്മൾ വിടുവാണെങ്കിൽ പിന്നെ എന്താന്ന് വെച്ചാ നമ്മളിവിടെ ഡേ കെയർ ഒക്കെ തിരക്കിയപ്പോ ഫ്രണ്ട്സ്, ഞാൻ ഡയറക്റ്റ് തിരക്കിയില്ല, ഫ്രണ്ട്സ് ഒക്കെ തിരക്കിയപ്പോ തന്നെ പറഞ്ഞ സബ്സിഡി സംഭവങ്ങളൊക്കെ വേണം. അല്ലാതെ ഭയങ്കര എമൗണ്ട് ആണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അതും നോക്കിയിട്ടില്ല ഇതുവരെ. അപ്പൊ നിങ്ങളിപ്പോ ഒരു ഏകദേശം ഒരു 8 മാസത്തോളമായി നിങ്ങളുടെ സ്ട്രഗ്ലിംഗ് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. പ്രശ്നമാണ്. പനി 3 പേരും ഒറ്റയ്ക്ക് 3 പേരും കിടക്കുക. 3 പേർക്ക് വയ്യാതായി പോയി. കാരണം നമ്മൾ വന്ന് ക്ലൈമറ്റ് അഡാപ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടായി പോയി. ഭയങ്കരമായിട്ട് അങ്ങ് പനി പിടിച്ചു. പിന്നെ നിങ്ങളുടെ പല്ലിന്റെ കേസ് ഹെൽത്തിന്റെ ഇപ്പൊ രൂപേഷ് അടുത്ത നാട്ടിൽ പോയിരിക്കുമല്ലേ, അതിന്റെ കാര്യം ഒന്ന് പറഞ്ഞേ. അത് എല്ലാരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഞങ്ങള് പക്ഷെ ചെയ്തിട്ട് വന്നു പല്ല്. അല്ല അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നാട്ടിൽ വരാൻ നേരത്ത് ഒരാഴ്ച മുന്നേ ഞാൻ ഡോക്ടറെ കാണിച്ചു. പല്ലിന്റെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആ പല്ല് കാണിച്ച സമയത്ത് അണപ്പല്ലിന്റെ അത് ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഈ താടിയിലൂടെ ഇറങ്ങിയിരിക്കുകയായിരുന്നു. സർജറി ചെയ്ത് കീറിക്കളയേണ്ട സംഭവം. അപ്പൊ ഞാൻ അന്നേരം അവരോട് പറഞ്ഞു ഒരാഴ്ച മുന്നേ കാണിച്ചു. അവരോട് പറഞ്ഞു എന്നാൽ എടുക്കാൻ പറഞ്ഞു. പക്ഷെ അവര് പറഞ്ഞു ഇത്രയും ചെയ്യുമ്പോ അത് പ്രശ്നമാകും, ചിലപ്പോ യാത്ര പോലും മുടങ്ങി പോകുന്നു. അപ്പൊ അതുകൊണ്ട് അവര് തന്നെ എന്നോട് ചോദിച്ചു എന്ന് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടോട്ട് വരുമ്പോ ആദ്യം അറിയാമല്ലോ തിരിച്ചുടനെ ഒരു പോക്കില്ലല്ലോ, PR എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല വരാം എന്ന് പറഞ്ഞ് ചുമ്മാ ഞാൻ പറഞ്ഞു 1 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരാം. ഇവിടെ വന്ന് ഏകദേശം എനിക്കൊരു
2-3 മാസം മുന്നേ എന്തോ ഞാൻ കഴിച്ചതാ, ചിക്കനാണ് തോന്നുന്നു. കഴിച്ചു കൊടുത്ത് ഇവിടെ പ്രശ്നമായി. അങ്ങനെ ഇൻഫെക്ഷൻ ആയി. ഒരു 10 ദിവസത്തോളം വെള്ളം മാത്രം കുടിച്ച് ഭയങ്കര വേദനയായിരുന്നു, കിടക്കാൻ പറ്റത്തില്ല. ഹോസ്പിറ്റലിൽ കാണിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ്. നമ്മളിപ്പോ നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് ഏകദേശം 1 ലക്ഷത്തിന്റെ അടുത്താണ്. ആ ഒരു പൈസ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലും എക്സ്പെൻസ് ആണ്. അത് ഒന്നുമല്ല, രണ്ടുമല്ല, അതിൽ കൂടുതലും. അപ്പൊ നാട്ടിലേക്ക് വരുന്നവർക്ക് ഒരു മെയിൻ സംഭവമാണ് പല്ലിന്റെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ, നാട്ടിലേക്കല്ല സോറി കാനഡയിലേക്ക് വരുന്നവർക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പല്ലിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എല്ലാം ക്ലീൻ ചെയ്തിട്ട് വന്നോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് പോകേണ്ടി വരും. ഇതേപോലെ ബോർഡ് അടയ്ക്കേണ്ടത് ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് അത്യാവശ്യം അറിയാവുന്നവരൊക്കെ ഞാൻ ഇവിടെ ഒത്തിരി പേരെ പരിചയപ്പെട്ടു. അവരെല്ലാം പറഞ്ഞു 6-7 പോടും പല്ലും എല്ലാം എടുത്തിട്ടാണ് എല്ലാവരും. ഞങ്ങളായാലും ഈവൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ടൈമില് ഞങ്ങൾ പക്ഷെ 1 മാസത്തിന് മുന്നേ തുടങ്ങി അതിന്റെ പരിപാടി. അത് കാരണം കുറച്ചൊക്കെ എന്നിട്ടുണ്ട് കുറച്ച് നമ്മൾ 1 വർഷത്തെ നമ്മൾ ഇവിടെ കാനഡ വന്ന് നിൽക്കേണ്ട ആ ഒരു പീരീഡിലേക്കുള്ള പണികൾ തീർത്തിട്ട് വരണം, എന്നിട്ട് പിന്നെ പോവാനുള്ള ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര എക്സ്പെൻസീവ് ആണ്, നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. നമ്മുടെ ഇൻഷുറൻസ് ഇല്ല. കാരണം എനിക്കിപ്പം എന്താ വെച്ചാ ഞാനിപ്പം ഇൻഷുറൻസ് എനിക്ക് മാത്രം, എനിക്ക് ഓൾറെഡി കോളേജിന്റെ ഗാർഡനീടെ വെച്ചിട്ടാണുള്ളത്. ഇവർക്ക് ഇൻഷുറൻസ് എടുത്തിട്ടില്ല. അവർക്ക് തൽക്കാലത്തേക്ക് 1-2 മാസത്തേക്ക് മാത്രം എടുത്തു. ഇവിടെ വന്നിട്ട് വേണേ അതിനകത്ത് ജോയിൻ ചെയ്യിപ്പിക്കാം, പക്ഷെ അതും കുറച്ചുകൂടെ കാശ് കൂടുതലാണ്. 1000-2000 ഈവൻ അത് ജോയിൻ ചെയ്താലും എനിക്ക് തോന്നുന്നു പിന്നെയും എത്ര ശതമാനം എന്തോ ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ എന്തൊക്കെയുണ്ട്. അത് നമ്മുടെ പഠിത്തം കഴിയുമ്പോൾ തീരും. അതാണ്, അത്ര നാളത്തേക്കേ ഉള്ളൂ. അതാണ് ഒരു പ്രശ്നം. അപ്പൊ നിങ്ങളിപ്പം കാനഡയിൽ ഇത്രയും നാളായി, ഇപ്പം ആസ് എ ഫ്രഷർ ഇപ്പം പുതുതായിട്ട് വരുന്നവർക്ക് നിങ്ങൾക്ക് ജോബ് റിലേറ്റഡ് കൊടുക്കാനുള്ള അഡ്വൈസ് ഉണ്ട്? ലൈക്ക് എങ്ങനെ ജോബ് ഇവിടെ വന്നിട്ട് കണ്ടുപിടിക്കാം? എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവിടെ ഏത് ട്രേഡോ അല്ല എന്ത് ഇതായിരിക്കട്ടെ, ഇവിടെ വരുന്നവർ ആദ്യം അവരുടെ അത് നോക്കിയിരിക്കരുത്, നമുക്ക് കിട്ടുന്ന ജോലി അതാണ് മെയിൻ സംഭവം. കാരണം എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ബാധ്യതയിലോട്ട് പോകത്തില്ല. ഞാൻ വന്നപ്പോ എന്തായാലും ഒരാഴ്ചക്കകത്ത് ഞാൻ പോയി. അത് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഈ GIC കിട്ടുന്നത് അത് മാത്രം കൊണ്ടൊന്നും ഒരിക്കലും നിൽക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം ചെറിയ വരുമാനമാണെങ്കിലും അതിന്റെ വേറൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നവര് ഏതെങ്കിലും ഒരു ജനറൽ ജോബിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറെ കോൺടാക്ട്സ് കിട്ടും. അങ്ങനെ ഭയങ്കര ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ ഇന്നത് പഠിച്ചതേ ഞാൻ ജോലി ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇവിടെ നടക്കത്തില്ല. അത് 100%. അതേപോലെ ഒരു ഫാമിലി ആയിട്ട് വരുന്നവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ലൈക്ക് ഇപ്പൊ ഞങ്ങളും അങ്ങനെ തന്നെയാണ്, നിങ്ങളും അങ്ങനെ തന്നെയാണ്. ഫാമിലി അതായത് ഒരു കുട്ടി 1-2 കുട്ടിയോട്ട് ഫസ്റ്റ് ആയിട്ട് വരുന്ന ടൈമിലും ഇതൊക്കെ തന്നെയല്ലേ? വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് വരുന്നവര് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മുൻകൂട്ടി മനസ്സിൽ വെച്ചിട്ട് വരണം. അല്ല വേറെ എന്തെങ്കിലും ഇത് കണ്ടിട്ട് വരുവാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് അല്ല ഇങ്ങനെയൊക്കെയാണ്. അതായത് മനസ്സിൽ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് ജോലിയും ചെയ്യാനുള്ളൊരു മനസ്സ് റെഡിയാക്കി വെച്ചിട്ട് റെഡിയാക്കി വെക്കണം. കാരണം മാക്സിമം വർക്ക് ഫ്രം ഹോം ഒക്കെ ഫാമിലി നോക്കുന്ന കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം കുഞ്ഞുങ്ങളെ കെയർ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം എന്താണെന്ന് വെച്ചാൽ വർക്ക് ഫ്രം ഹോം ആയിരിക്കും. അതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കുറച്ച് ക്യാഷുമായിട്ടൂടെ വരുന്നതായിരിക്കും ഏറ്റവും ആദ്യത്തെ 1-2 മാസം എല്ലാം താഴെ വെച്ച് ആദ്യത്തെ 1 മാസത്തോളമായി. ചിലപ്പം നമ്മളിപ്പോ ജനറോ ആണേ പോലും ചിലപ്പോ 1 മാസം ചിലപ്പോ കിട്ടിയില്ലെന്ന് വരാം. 1 മാസം കഴിഞ്ഞ് അപ്പോഴത്തന്നെ ഈ പറഞ്ഞ ഇത് GIC മൊത്തം തീരും, നമ്മുടെ കയ്യിലുള്ള ബാധ്യതയും വരും. അതെ കൊണ്ടുവരുന്ന ക്യാഷ് എല്ലാം തീരും. പിന്നെ ആകെ ടെൻഷൻ കാര്യങ്ങള്. അല്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാണ് മെയിൻ സംഭവം. ഓക്കെ, എന്തായാലും നിങ്ങൾ ഇപ്പൊ ഏകദേശം ഓക്കെ. പക്ഷെ നിങ്ങൾ ഇപ്പോഴത്തെ ഈ ബേസ്മെന്റ് റെന്റ് ഇതൊക്കെ ഭയങ്കര കംഫർട്ടാണ്, നല്ലൊരു സ്പേസ് ലക്ക്. അത് തന്നെ. അതെ ഞങ്ങൾക്ക് 4 മാസമായിരുന്നു അവിടെ. അല്ല 4 അല്ല, അത്ര 6 മാസത്തെ എഗ്രിമെന്റ് ആയിരുന്നു. 4 മാസത്തെ എഗ്രിമെന്റ് ആയിരുന്നു. 1000. രൂപേഷ് വണ്ടി എടുത്തില്ലേ ഇവിടെ? അപ്പൊ ആ ക്യാഷ് നിങ്ങൾ അത് നാട്ടിൽ അറേഞ്ച് ചെയ്താ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വണ്ടി എന്ന് പറയുന്ന സംഭവം അത്യാവശ്യം വേണമെന്ന് തോന്നി. സത്യം പറഞ്ഞാൽ ആ വണ്ടി കൊണ്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അപ്പൊ ആ സംഭവം അതെടുത്ത് ഞാൻ എന്തായാലും ഈ പറഞ്ഞ പോലെ റിസ്ക് എടുത്തതും ചെയ്തത്. ലൈസൻസ് എടുത്തു, വണ്ടി അല്ല വണ്ടിയിൽ ഒന്നും നടക്കത്തില്ല. ഇപ്പൊ കുഞ്ഞിനെ കൊണ്ടുവിടാൻ പോകുന്ന വണ്ടിയില്, ഇവളെ വിളിക്കാൻ പോകുന്ന വണ്ടിയില്, ജോലി ചെയ്യുന്ന വണ്ടിയില്, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അതുകൊണ്ടാണ് ഇപ്പൊ ചെയ്തത്. വണ്ടി ആവശ്യം. നമ്മുടെ നാട്ടിൽ സൈക്കിൾ എടുക്കുന്ന പോലെയുള്ള അല്ല വലിയ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ വണ്ടി എടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമുള്ള കാര്യമല്ലോ. അതെല്ലാം കിട്ടും. ഇന്ന് ഇവിടെ ശ്വേതയുടെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ ഇതിനിടയ്ക്ക് കേക്ക് വരുത്തി സർപ്രൈസ് ആക്കി വെച്ചേക്കുവാണ്. അപ്പൊ നമുക്ക് കേക്ക് ഒന്ന് കൊടുക്കാം. ബാബാ ഇഞ്ഞു വാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ശ്വേത. Happy birthday to you. Happy birthday.
ഹാപ്പി ബർത്ത്ഡേ ടു യു പഠിക്കോ. അതായിരുന്നു ഇന്നത്തെ നമ്മുടെ വ്ലോഗ്. അപ്പൊ നമ്മൾ വാക്കൗട്ട് ബേസ്മെന്റ് കണ്ടു, അപ്പൊ ഇവരുടെ എക്സ്പീരിയൻസ് കണ്ടു. അപ്പോൾ ആദ്യമായിട്ട് കാനഡ വരുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മുടെ ട്രേഡ് ഏതായാലും നമുക്ക് നമ്മുടെ ഒരു ഫീൽഡിൽ ജോബ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ആരും വരണ്ട. കിട്ടിക്കഴിഞ്ഞാൽ നല്ല കാര്യം, നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് കാര്യം. ഇവിടെ നമ്മൾ ഓരോ മാസം കഴിയുന്നവരും നമ്മുടെ എക്സ്പെൻസ്, ഇപ്പൊ സ്റ്റുഡന്റ് ആയിട്ട് വരുന്നെങ്കിൽ ആ GIC മൊത്തം എടുത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. സോ ഒരുപാട് ജോബ് ചാൻസ് ഉണ്ട്. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അതുവഴി ഒരുപാട് ജോബ് ചാൻസ് ഉണ്ട്. സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ രൂപേഷ് ഓൾറെഡി അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഇടാം. ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പം അവരോടായാലും ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഷെയർ ചെയ്യാം. കാനഡയിലേക്ക് ഫ്രഷ് ആയിട്ട് വരുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആണ് ഈ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ. അപ്പോൾ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. The snowman competition. അയ്യോ മരത്ത പിള്ളേരെല്ലാം ഇതിനെ പിള്ളേറി They